സർ, നമസ്കാരം. നമസ്കാരം. നാളെ നമ്മുടെ രാജ്യത്തിന് നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. നാളെ നമ്മുടെ ജമ്മു കശ്മീരിലെ ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. 2019 370 അബ്രഗേഷന് ശേഷം ജമ്മു കശ്മീരിൽ വീണ്ടും ഒരു ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഈ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അതായത് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ആൾക്കാർ, അതിപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ, കോൺഗ്രസ്സുകാരായിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റുകളായിക്കൊള്ളട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, അവർ നരേന്ദ്രമോദിയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് 2014 വന്ന സമയത്ത് അവർ പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് ഒരു ബോംബ് എന്ന് പറഞ്ഞു. ഇല്ല, ഇട്ടില്ല. 2019 ആയപ്പോഴേക്കും അവർ പറഞ്ഞു മോദി ഇതാ രണ്ടാമത്തെ ടേം വരില്ല, അതുകൊണ്ട് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. എമർജൻസി ഡിക്ലെയർ ചെയ്തില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോ വേറൊരു കാര്യം പറഞ്ഞു, നരേന്ദ്രമോദി ഈ അധികാരങ്ങൾ, അതായത് സ്റ്റേറ്റ്, നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും പിരിച്ചു വിട്ടുകൊണ്ട് മോദിക്ക് അനുകൂലമായിട്ട് നിൽക്കാതെ സംസ്ഥാനങ്ങളെല്ലാം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ഒരു സംസ്ഥാനങ്ങളെയും പിരിച്ചുവിട്ടില്ല. ഈവൻ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി കിടന്ന് അഴിഞ്ഞാടിയിട്ട് പോലും ഒരു ചെറുവിരൽ നരേന്ദ്രമോദി ജനാധിപത്യ ബോധത്തിന്റെ പുറത്തനക്കിയിട്ടില്ല. കോൺഗ്രസ് ഈ അധികാരം 28 തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. 28 ടൈംസ്. അത്രയും തവണ കോൺഗ്രസ് അത് ഫാസിസം അല്ല കേട്ടോ, അത് മതേതരത്വമാണ്. മോദി ചെയ്യാതിരിക്കുന്നതാണ് ഫാസിസം എന്ന് പറയുന്നത്. പോരാത്തതിന് 2019 ജമ്മു കശ്മീരിന്റെ 370 അനുച്ഛേദം എടുത്തു കളഞ്ഞപ്പോൾ ഇവർ പറഞ്ഞൊരു സംഭവമുണ്ട്. ജമ്മു കശ്മീരിൽ ഈ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കില്ല, ജനാധിപത്യത്തിന്റെ അന്ത്യം എന്നാണ് അവന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റെല്ലാം ഓരോ ഇതായിട്ട് പറയും. ഇപ്പൊ പറയുന്നത് കണ്ടോ, ജമ്മു കശ്മീരിൽ BJP ഭരണത്തിൽ വരില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യവന്മാർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യവന്മാരുടെ ഓരോ നെറേറ്റീവുകളും ഓരോ തവണ ഇങ്ങനെ പൊളിഞ്ഞടുങ്ങുമ്പോഴും, പൊളിച്ചടുക്കല്ല, കാലമായിട്ട് ഇതിങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യവന്മാർ അടുത്ത നെറേറ്റീവ് കൊണ്ടുവരും, ഡെമോക്രസി വരില്ല, ഡെമോക്രസി വന്നു. മോദി ഇപ്പൊ 370 കൊണ്ട് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യവന്മാരുടെ അത് 370 തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പല ആൾക്കാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ലോക്കൽസ് ഉണ്ടല്ലോ സാറേ, ലോക്കൽസ്, സാർ ഈ ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ, നാഷണൽ ന്യൂസ് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, സാറിന് അറിയാലോ. ലോക്കൽസിന്റെ ബൈറ്റ് എടുക്കുമ്പോൾ ആ കശ്മീരിലെ ലോക്കൽസ് ആയിട്ടുള്ള ജനങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കി 370 തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. യവന്മാർക്കൊക്കെ എന്തോരം പദ്ധതികൾ, യവന്മാരെയൊക്കെ മാനം മര്യാദയ്ക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പഠിപ്പിച്ചു. അതൊന്നും യവന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ല, നമുക്ക് ആ ലാൻഡിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത കൊണ്ടാണ്. കശ്മീർ എന്ന് പറയുന്ന നമ്മുടെ മണ്ണിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത കൊണ്ടാണ്. യവന്മാരോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടല്ല എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഈ വിഘടനവാദികളെ നമ്മുടെ നാടിന് ആവശ്യമില്ല. അത് 100% ഇവിടെ ഊന്നിപ്പറയും. ഇപ്പോ ജമ്മു കശ്മീരിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ജമ്മു കശ്മീരിൽ പീപ്പിൾസ് പൾസ്, ദൈനിക് ഭാസ്കർ, സീ വോട്ടർ, NDTV, റിപ്പബ്ലിക്, ജമ്മു കശ്മീരിൽ റിപ്പബ്ലിക് 30 സീറ്റുകൾ വരെ BJPക്ക് പറയുന്നുണ്ട്. അതേസമയം റിപ്പബ്ലിക് 36 സീറ്റ് വരെ NC പ്ലസ് കോൺഗ്രസ് സഖ്യത്തിന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും BJP ജമ്മു കശ്മീരിൽ. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് BJPയുടെ ഒരു വലിയ നേട്ടമാണ് ജമ്മു കശ്മീരിൽ. ഇവരെല്ലാവരും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത നേട്ടം. അതേസമയം കോൺഗ്രസ്, ജമ്മു കശ്മീരിന് വേണ്ടി ബാധിച്ച കോൺഗ്രസും PDPയും ഒരുമിച്ച് നിന്നിട്ട് പോലും BJP അതിനോട് അടുത്തെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സീറ്റ് നിലയോട് അടുത്തെത്തുന്നുണ്ട് എന്നുള്ളതാണ്. NDTV പ്രകാരം 26 സീറ്റ് BJP നേടുമെങ്കിൽ 43 സീറ്റ് കോൺഗ്രസും NCയും ഒരുമിച്ച് നിന്നാൽ നേടും. പിന്നെ സി വോട്ടർ പ്രകാരം 32 സീറ്റ് BJP നേടുമെങ്കിൽ 40 മുതൽ 48 സീറ്റ് വരെ NCയും കോൺഗ്രസും ഒന്നിച്ച് നിന്നാൽ നേടും. ദൈനിക് ഭാസ്കർ പ്രകാരം 25 സീറ്റ് BJP നേടുമെങ്കിൽ 35 സീറ്റ് കോൺഗ്രസും NCയും ഒരുമിച്ച് നേടും. പീപ്പിൾസ് പൾസ് പ്രകാരം 27 സീറ്റ് BJP നേടുമെങ്കിൽ 46 മുതൽ 50 വരെ ആയിരിക്കും അവർ. ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളോടൊക്കെ വലിയ ഒരു ഒരു വിശ്വാസ്യതയാണ്. നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ 3ാമത്തെ ടേം വരുമെന്ന് പറഞ്ഞ് 400 സീറ്റ് വരുമെന്ന് പറഞ്ഞപ്പോ അവര് പുച്ഛിച്ചു. എന്നിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നില്ല എന്ന് കണ്ടപ്പോ കണ്ടോ, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെറ്റിയത് നിങ്ങൾ കണ്ടില്ലേ, എക്സിറ്റ് പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന ടീമാണ് ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നാളെ ജമ്മു കശ്മീരിലെ റിസൾട്ട് വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം, അവിടെ അതേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൽ മത്സരിക്കുന്നത് ആരാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അവിടെ അറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പോലെ 12 ലക്ഷം വോട്ടർമാരൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു മണ്ഡലത്തിൽ 25,000 വോട്ടർമാരൊക്കെ ഉള്ളൂ. അപ്പൊ ഈ അതേഴ്സ് ആരാണ്?
BJP-യുടെ ഒരു ബ്രഹ്മാസ്ത്രം ജമ്മു കാശ്മീരിലുണ്ടോ, അല്ലെങ്കിൽ ഒരു ഒളിയമ്പ് എവിടെയെങ്കിലും ജമ്മു കാശ്മീരിൽ BJP ഇട്ടിട്ടുണ്ടോ? BJP ആരെങ്കിലും അടർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുമോ? ഇനി ഇവർ അധികാരം പിടിച്ചാൽ തന്നെയും ഓപ്പറേഷൻ ലോട്ടസ് വഴി BJP ജമ്മു കാശ്മീരിൽ തിരിച്ച് അധികാരം വരുത്താനുള്ള സാധ്യതയുണ്ടോ? കാരണം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളവും തമിഴ്നാടും ഒന്നും BJPക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഈ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം BJP ഭരണത്തിലേറണമെന്ന് അവരുടെ എന്താണ് ഡോക്ട്രീനിലുള്ള സംഭവമാണ്. കാരണം അവർക്ക് അതിർത്തി സംസ്ഥാനങ്ങൾ വേണം. അതിർത്തി സംസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ BJPക്ക് അത് നമ്മുടെ രാജ്യസുരക്ഷയുടെ കൂടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ജമ്മു കാശ്മീർ നമുക്ക് വേണം. ജമ്മു കാശ്മീരിന്റെ അധികാരം BJPക്ക് വേണം. വീണ്ടും BJP മറ്റുള്ള ചെറു കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറുമോ, അല്ലെങ്കിൽ എവർ അധികാരത്തിലേറി കഴിഞ്ഞാൽ അത് മറിച്ചിടാനുള്ള കൽപ്പ് BJPക്ക് ഉണ്ടോ? ഇതിൽ നമ്മൾ മോശമൊന്നും വിചാരിക്കണ്ട. യവമാര് കുതിര കച്ചവടം എന്നൊക്കെ പറയും. നമുക്കിതിൽ രാജ്യത്തിന്റെ പുരോഗതി മാത്രം നോക്കിയാൽ. ധനുഷ്, ഇത് ഈ തുടങ്ങി വെച്ചപ്പോൾ തന്നെ പണ്ട് ഫസ്റ്റ് ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റു കൂടി ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഉം, ആ അഗ്രിമെന്റിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ രണ്ട് പാർട്ടാണ് ക്ലിയർ ആയിട്ട്. ജമ്മുവിൽ ഹിന്ദുസാണ് മെജോറിറ്റി, കാശ്മീരിൽ മുസ്ലിംസാണ് മെജോറിറ്റി. അപ്പോൾ ഉം. ഷെയ്ഖ് അബ്ദുള്ള നെഹ്റുവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് വന്നാലും ഹിന്ദു മുഖ്യമന്ത്രി ആവാൻ പാടില്ല. അതൊരു ഓ, അന്നലെ ഞാൻ അഗ്രി ചെയ്തു. അഗ്രിമെന്റ് കുറെ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു. അതായത് 370 ഉണ്ടായിരുന്നു, 35 ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. അപ്പൊ നെഹ്റു പറഞ്ഞു, ഓ അത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് പറഞ്ഞു. നമ്പർ ഓഫ് സീറ്റുകൾ, കശ്മീരിലെ പോപ്പുലേഷൻ അന്ന് കുറവായിരുന്നു ജമ്മുവിനെക്കാട്ടിലും. പക്ഷെ നമ്പർ ഓഫ് സീറ്റ് കശ്മീരിൽ കൂട്ടി ഉം, നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടി. അതിന്റെ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാൽ, എത്ര ജമ്മുവിൽ ജയിച്ചാൽ, അന്ന് BJP ഒന്നും ഇല്ലല്ലോ, അന്ന് അവിടെ പാന്തേഴ്സ് പാർട്ടിയും മറ്റേ ചെറിയ ചെറിയ പാർട്ടികളെ. അപ്പൊ ആര് ജയിച്ചാലും ജമ്മുന്ന് ഏത് ഹിന്ദു ജയിച്ചാലും അവന് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. ഒന്നവിടെ ഹിന്ദു പാർട്ടി ഇല്ല ആ സമയത്ത് ആരും. ഈ പറഞ്ഞ മാതിരി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മാത്രം, PDP ഒന്നും ഇല്ല. അവരൊക്കെ ഒറ്റ കക്ഷിയായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിലാണ് ജമ്മു കശ്മീരിനെ സെപ്പറേറ്റ് ആക്കി നോക്കി ഇവർ വോട്ടിംഗ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇന്നലെയും കുറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കുറെ ഈ ഡിബേറ്റ് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ പറഞ്ഞു, മോദി വെറുതെ ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജമ്മുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ജയിക്കുക. അല്ലാണ്ട് കാശ്മീരിൽ പോയിട്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്, ഞങ്ങൾ മുസ്ലിംസ് എത്ര വീടുകൾ കൊടുത്തു, ഞങ്ങൾ അത് ചെയ്തു, ഈ സ്കീം ചെയ്തു, ഒരു കാര്യമില്ല, അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. നമ്മൾ ഇന്നലെ തന്നെ കണ്ടു എക്സിറ്റ് പോൾ ഫലങ്ങൾ. അത് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്കാണ് മുന്നേറ്റം അവിടെ. ഇത് പ്രധാനമന്ത്രിയാവാൻ അമംഗ് മുസ്ലിംസ്. അവന്മാര് രണ്ട് കൈയും നീട്ടി അത് മേടിക്കും. ഒരു വോട്ട് പോലും കിട്ടില്ല. പക്ഷെ കിട്ടില്ല. അതാണ് രാഹുൽ ഗാന്ധി. ആലോചിച്ചു, വേറെ എവിടെ രാഹുൽ ഗാന്ധിക്ക്, എനിക്കാണ് കേരളവും തമിഴ്നാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജമ്മു കാശ്മീരിൽ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നത്. വേറെ എവിടെയും ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും മോദിക്കാണ് ലീഡ്. പക്ഷെ അവിടെ മാത്രം എന്താ കാരണം? അതൊരു മുസ്ലിം വോട്ട് ബാങ്ക് ആയ കാരണം. പിന്നെ നമ്മൾ കണ്ട രണ്ടാമത്തെ ജമ്മുവിലും ഇവർ വോട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്നുള്ള ഹിന്ദു കാൻഡിഡേറ്റ്സിനെ കൂടെ നിർത്തി കോൺഗ്രസ്സുകാർ. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. ഉം, കശ്മീരിൽ എന്തായാലും BJP ജയിക്കില്ല, അവരാരെ നിർത്തിയാലും ഉം, ജയിക്കില്ല BJP. അപ്പൊ അതിന് അതാണ് ലോക്സഭാ ഇലക്ഷനിൽ BJP അവിടെ നിന്ന് കോൺടെസ്റ്റ് ചെയ്തില്ല കാശ്മീരിൽ, ഉം, ഉം, ജമ്മു ഉം, എന്നാണ് കോൺടെസ്റ്റ് ചെയ്തത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി നാളെ ഇപ്പൊ എന്ത് റിസൾട്ട് വന്നാലും BJP ഒരിക്കൽ മാത്രമേ ജമ്മു കാശ്മീർ ഭരിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പൊക്കെ കോൺഗ്രസും PDPയും നാഷണൽ കോൺഫറൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി അന്ന് നമുക്കറിയാം PDP ആയിട്ടൊരു ടൈപ്പ് വന്ന് മെഹബൂബ ഉം, മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കി. BJPയുടെ ആള് ഉപമുഖ്യമന്ത്രിയായിരുന്നു. അത് രാം മാധവ് ഉം, ആണ് അത് ഓർഗനൈസ് ചെയ്ത ആള്. ഇപ്പൊ തിരിച്ച് രാം മാധവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. രാം മാധവ്, കിഷൻ റെഡ്ഡിയാണ് അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാർ. ഈ പറഞ്ഞ മാതിരി രണ്ടുപേരും തെലുങ്കന്മാരാണ്. പക്ഷെ അവര് ജമ്മു കാശ്മീരിൽ പോയി എന്താ കളിക്കാന്ന് പറഞ്ഞിട്ട്, രാം മാധവ് പിന്നെ ഒരു പഴയ ഒരു പ്ലെയർ ആണ് അവിടുത്തെ ജമ്മു കാശ്മീർ പൊളിറ്റിക്സ്. ഉം. ആൾക്കാരൊക്കെ അറിയാം. നമ്മൾ ഈ രണ്ട് BJPക്ക് 30 അവർക്ക് 45 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 90 സീറ്റ് നോക്കുന്നുള്ളൂ. ആക്ച്വലി 90 അല്ല, അവിടെ 95 സീറ്റ് ഉണ്ട് ജമ്മു ഉം, കാശ്മീരിൽ. 5 സീറ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ്. അത് കുറെ ഈ ലിറ്ററേച്ചർ ഫീൽഡിൽ നിന്ന്, സിനിമ ഫീൽഡിൽ നിന്ന്, മറ്റേ ഫീൽഡിൽ നിന്നൊക്കെ ഉം, നോമിനേറ്റ് ചെയ്യും, സ്പോർട്സ്. ആ 5 പേർക്കും വോട്ടിംഗ് പവർ ഉണ്ട്. അപ്പൊ നാളെ അസംബ്ലിയിൽ ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഈ 5 പേര് ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ഏത് ഗവൺമെന്റ്, അത് നാഷണൽ കോൺഫറൻസ് ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ആയാലും, ആ ഗവൺമെന്റ് മെജോറിറ്റി കിട്ടില്ല. അപ്പൊ ഉം, ഈ പറഞ്ഞ അപ്പൊ ധനുഷ് ചോദിച്ച മാതിരി ഈ ഇൻഡിപെൻഡൻസ് കുറെ പേര് അവരെന്ത് ചെയ്യുന്നു? ഉം, അപ്പോഴാണ് BJPയുടെ കളി കളിക്കാൻ പോകുന്നത്. BJP അതിലൊരുത്തനെ പിടിച്ച് പറയും, നിങ്ങളെല്ലാം കൂടി ഒരു ഒറ്റ കക്ഷിയായി നിന്നിട്ട് ഞങ്ങൾ നിങ്ങളെ പിന്നിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയും. ഉം, പക്ഷെ എന്താണ് ഇവരുടെ സ്ട്രാറ്റജി? എന്താണ് ഇന്നും പേപ്പറിൽ വന്നിട്ടുണ്ട്, മെഹബൂബ മുഫ്തി പറഞ്ഞേക്കണേ,
എന്ത് വന്നാലും BJP അവിടെ അധികാരത്തിൽ വരാൻ പാടില്ല. അതിന് ഞങ്ങൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൂടി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ചെയ്യും. പക്ഷെ BJPയെ ഞങ്ങൾ വരാൻ സമ്മതിക്കില്ല. BJP ആണ് ഇതാണ് ഡെമോക്രസി. നമ്മൾ പറഞ്ഞ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിക്കാണ് ശരിക്കും ആക്ച്വലി ചാൻസ് കൊടുക്കേണ്ടത്. ബട്ട് പ്രീ പോൾ അലയൻസ് ഉള്ള കാരണം ഇതിനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത് ധനുഷേ, ഇതേ ഒമർ അബ്ദുള്ള രാഹുൽ ഗാന്ധി ജമ്മുവിൽ വന്ന് ക്യാമ്പയിൻ ചെയ്തില്ല എന്നിട്ട് വലിയ കുഴപ്പമുണ്ടാക്കി. ഓർമ്മയുണ്ടോ? രാഹുൽ ഗാന്ധി അത് ക്യാമ്പയിൻ ചെയ്തില്ല ജമ്മുവിൽ. ബിക്കോസ് അവർക്കറിയാം രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കിട്ടാൻ പോണ സീറ്റ് കോൺഗ്രസ് തോൽക്കുന്നവിടെ. ബിക്കോസ് ഇവര് എന്ത് ഇത് വെച്ചിട്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ 370 എടുത്തു കളയുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ വോട്ട് പോകും. അപ്പൊ രാഹുൽ ഗാന്ധിയെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യില്ല കോൺഗ്രസിന് വേണ്ടി, BJPക്ക്. അതൊരു പേടിയുണ്ട്. അതാണ് ഒമർ അബ്ദുള്ള പിന്നെയും പിന്നെ ചോദിച്ചത് എന്താണ് രാഹുൽ ഗാന്ധി ജമ്മുവിലേക്ക് വരാത്തത്. അത് ഏത് സ്കൂൾ കുട്ടിയുടെ അടുത്താലും ഏത് പോലീസുകാരുടെ അടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും അത് കാരണം ഇതാണെന്ന്. അപ്പൊ നമ്മളിത് ഓവറോൾ പിക്ചർ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ 2 സ്റ്റേറ്റ് ഉണ്ട്, ഒന്ന് ഹരിയാന, ഒന്ന് ജമ്മു. ഹരിയാനയിൽ പിന്നെ BJP തോൽക്കുന്നുള്ള ഒരു സംശയമില്ല. ബിക്കോസ് ഒന്ന് ഈ കർഷക സമരം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ അവിടുത്തെ ജാട്ട് പോളിറ്റിക്സ്, മൂന്നാമത്തെ അഗ്നിവീർ. നമുക്ക് ഈ 3 കാര്യങ്ങൾ. പക്ഷേ ഹരിയാനയിൽ എനിക്ക് സാറിനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കാരണം ഹരിയാനയിൽ BJP അങ്ങനെ തോൽക്കുകയാണെങ്കിലും BJP അവിടെ തോക്കാനുള്ള കാരണം ഈ ഖട്ടാറിന്റെ ഗ്രൂപ്പ് പൊളിറ്റിക്സ് തന്നെയാണ്. ഹരിയാനയിൽ സാറ് BJPയുടെ എക്സിറ്റ് പോളില് ഹരിയാനയിൽ സാർ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഹരിയാനയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ എക്സിറ്റ് പോളില് ഹരിയാനയിൽ ഇവര് പറയുന്ന സീറ്റ് എന്ന് പറയുന്നത് BJPക്ക് 32 സീറ്റ് വരെ പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിസം ഇത്രയധികം കളിച്ചിട്ടും 32 സീറ്റ് പറയുന്നുണ്ട്. ഇനി നാളെ ഹരിയാനയിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കർഷക സമരം നടന്ന പ്രദേശത്തൊക്കെ BJP എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കി, എത്രത്തോളം പിന്നോട്ട് പോയി എന്നുള്ളത് മനസ്സിലാവും. ഈ ഖട്ടാറിന്റെ ഇത്രയധികമുള്ള ഗ്രൂപ്പിസം അവിടെ കൃത്യമായിട്ട് അറിയാം. ഈ RSS എന്ന് പറയുന്ന BJPയുടെ ബാക്കപ്പായിട്ട് നിൽക്കുന്ന ആ സംഘടന BJPക്ക് അവിടെ നിന്ന് ബാക്കപ്പ് പിൻവലിച്ചല്ലോ RSS. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഗ്രൂപ്പ് പൊളിറ്റിക്സ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പറഞ്ഞത്. ഹരിയാന ഇത്രയും കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു BJP. ഈ ഗ്രൂപ്പ് പൊളിറ്റിക്സ് കൊണ്ട് അത് തകർന്ന് തരിപ്പണമായി. ഇത് ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്സ് നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അതാണ് സംഭവം. അവിടെ നമ്മൾ ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഹരിയാനയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ കോൺഗ്രസിനെക്കാട്ടിലും ഗ്രൂപ്പാണ് ഹരിയാനയിൽ BJPയിലുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞ് മറ്റന്നാൾ പത്രം വരുമ്പോൾ അതിനകത്ത് വിനേഷ് ഫോഗട്ടിന്റെ ഫോട്ടോ വലുതാക്കി വെക്കും, കർഷകരുടെ ഫോട്ടോ വലുതാക്കി വെക്കും. നാളെ ഒരു മറ്റേ അരിവാൾ ചുറ്റികയും മറ്റേ ഒരു പൊൻകതിരൊക്കെ എടുത്ത് വെച്ചിട്ട് BJP അവിടെ തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യും. അത് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. അത് ഇത് കംപ്ലീറ്റ്ലി ഗ്രൂപ്പിസം. എത്രയും വലിയ ഗ്രൂപ്പിസം ചെയ്തിട്ട് RSS അവസാനം പറഞ്ഞു ഇനി നിങ്ങളെ പാടായെന്ന് പറഞ്ഞ് RSS ബാക്ക് അടിച്ചു. അതാണ് ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഹരിയാനയിൽ എന്നിട്ട് പോലും ഇത്രയും സീറ്റ് കിട്ടുമെങ്കിൽ അവരവിടെ നല്ല ചിട്ടയായ രീതിയിൽ പ്രവർത്തിച്ചതെങ്കിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു വീണ്ടും അവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കുമെന്ന് പറയുന്നത്. സാർ ഒരു കാര്യം ആലോചിച്ചു, ഹരിയാനയിൽ BJPക്ക് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് കോൺഗ്രസിന് അവിടെ 20% വോട്ടാണ് 2014 10 വർഷം ഭരിച്ച കോൺഗ്രസിന് അവിടെ ഉള്ളത്. പക്ഷെ BJPക്ക് ഇപ്പോ പല ആൾക്കാരും പറയുന്നത് 35% വോട്ട് ഷെയർ ഇപ്പോഴും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഹരിയാനയിൽ BJP ബാക്കൗട്ട് അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവര് തന്നെ ഇവരുടെ കുടി തോണ്ടുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കറക്റ്റാണ്. ഞാൻ പറഞ്ഞു അത് ഖട്ടാറിന്റെ ഒരു പൊളിറ്റിക്സ് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ വേറെ അടിയുണ്ട്. കുമാരി സെൽജയും അവിടെ ഹൂഡയും തമ്മിലുള്ള അതിനെക്കാട്ടും വലിയ അടിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ ചിലപ്പോ ഒരു 10 പേര് കാലുമാറും നമുക്ക് പറയാൻ പറ്റില്ല. ഹരിയാനയിലാണ് ഈ ആയാറാം ഗയാറാം എന്ന പരിപാടി തുടങ്ങിയത് ആദ്യം. ഭജൻലാലിന്റെ കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പൊ MLA-കൾ റെഡിയാണ്, അവർക്ക് റേറ്റ് ഉണ്ടാവും. MLA ആവലും ഒരു റേറ്റ് ഉണ്ടാവും. എത്ര കോടി കൊടുത്താൽ ഞാൻ വരാം, ആരുടെ കൂടെയും വരാം, ഏത് കഴുതയുടെ കൂടെ ഞാൻ പോകും, എനിക്ക് കാശ് കിട്ടിയാൽ മതി. അതാണ് ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ് ഹരിയാനയിൽ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എക്സിറ്റ് പോൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ ഈ JJP, INLD ഇവരൊക്കെ വലിയ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു അര MLA 3/4 MLA ഉള്ള പാർട്ടികളുണ്ടല്ലോ. എന്നിട്ട് വർത്തമാനം പറയുമ്പോൾ വലിയ വർത്തമാനം പറയില്ല. NCP, RJD ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഓരോ പാർട്ടികളുടെ പേര്. തന്നെ നിന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് ജയിക്കാൻ പറ്റില്ല അവർക്ക്. അതാ. അപ്പൊ അങ്ങനത്തെ പാർട്ടികൾ ഹരിയാനയിലുണ്ട്. ഈ INLD കാസ്റ്റ് പൊളിറ്റിക്സ് ആണ്. അത് പണ്ട് തൊട്ടുള്ള കാസ്റ്റ് പൊളിറ്റിക്സ് ആണ്. നമ്മുടെ ദേവിലാലിന്റെ ആവട്ടെ ഭജൻലാലിന്റെ ആവട്ടെ ഇവരൊക്കെ പൊളിറ്റിക്സ് വെച്ച് കളിച്ചിട്ട് ഈ പറഞ്ഞ INLD, JJP ഞങ്ങളാണ് രാജാക്കന്മാർ, ഞങ്ങളുടെ 10 MLA ഈ പ്രാവശ്യം അവര് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷനിൽ അവിടെ അടിച്ചു വാരി മാറ്റി അവരെ കൊണ്ട് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ടു. അതാ ഉണ്ടായിരിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല. നാളത്തെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ കാണുന്ന എക്സിറ്റ് പോൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഹരിയാനയിലെ വോട്ടേഴ്സ് ഒന്നിലോ കോൺഗ്രസ് അല്ലെങ്കിൽ BJP.
ഈ മൂന്നാമത്തെ പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ കുതിര കച്ചവടം എന്ന് പറഞ്ഞ പരിപാടി നിൽക്കും അവിടെ. ഈ രണ്ടുപേരെ ഉള്ളെങ്കിൽ പിന്നെ രണ്ട് പാർട്ടിയല്ലല്ലോ അവിടെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അര MLA 3/4 MLA ഒന്നും ഇല്ലാത്ത പാർട്ടികളൊന്നും ഉണ്ടാവില്ല അവിടെ. അപ്പൊ ഹരിയാന വെച്ച് നോക്കുകയാണെങ്കിലും ഞാൻ പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യം BJPക്ക് ഹാട്രിക് അടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് 35% വോട്ട് പെർസെന്റേജ് റീറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ BJP നല്ലൊരു കാര്യമാണ്. എത്ര ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടും എത്ര ഗ്രൂപ്പിസം ഉണ്ടായിട്ടും 35% BJP കിട്ടും, നല്ലൊരു കാര്യമാണ്. ഹരിയാന പോലുള്ള സ്റ്റേറ്റ് നമുക്കറിയാം അവിടെ അഗ്നിവീർ സ്കീം, പക്ഷെ കോൺഗ്രസ് കണ്ടറിയാം. കോൺഗ്രസ് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു അവിടെ, ഞങ്ങൾ വീട് പണിത് തരാം, ഞങ്ങൾ 5000 റുപ്യ തരാം, ആ പരിപാടികളൊക്കെ ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് കാണാം. ബിക്കോസ് കർണാടകത്തിൽ ചെയ്തില്ല, ഹിമാചലിൽ ചെയ്തില്ല, ഇനി അവിടെയും ചെയ്യില്ല, അത് ഹരിയാനയിൽ സാറിന് ചെയ്യില്ല. മനസ്സിലല്ലേ? കോൺഗ്രസ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും, അത് അങ്ങനെ തന്നെ ഇരിക്കും. അവര് പ്രവർത്തിച്ച് നശിപ്പിക്കാൻ പോകാറില്ല. അതാ പറഞ്ഞ. അപ്പൊ എനിക്ക് ചോദിക്കണം, എന്താണ് പിന്നെ കേരളത്തിൽ എന്താ അതൊക്കെ പ്രോമിസ് ചെയ്യാത്തത്? അടുത്ത ഇലക്ഷനിൽ VD സതീഷിനോ സുധാകരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ രമേശ് ചെന്നിത്തല ഇതൊന്ന് പ്രോമിസ് ചെയ്യട്ടെ, ഞങ്ങൾ ഹരിയാനയിൽ കൊടുത്ത അതേ സ്കീം ഞങ്ങൾ കേരളത്തിലും കൊടുക്കുന്നു പറയട്ടെ. അവർക്കറിയാം അവിടെ അല്ലെങ്കിൽ കുത്തുവെടുത്തിരിക്കുന്നത്, ശമ്പളം കൊടുക്കാൻ കാശില്ല. ഹരിയാനയിൽ അതേ കേസുണ്ട്. ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ട് 2 മാസം ശമ്പളം കൊടുത്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യും. പിന്നെ ഈ സെക്കൻഡ് അതായത് പൊളിറ്റിക്സ് കേരളത്തില് സതീശനൊന്നും അങ്ങനെ ഒന്നും കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ പോകുന്നില്ല സാറേ. ഇപ്പൊ കഴിഞ്ഞ അതാ ദിവസം തന്നെ പറഞ്ഞ. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ അൻവറിന്റെ DMK ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ പാർട്ടിയിൽ അൻവറിന്റെ പ്രസംഗം കേട്ടോ? പുള്ളി പറയുന്നത് ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് KSRTCയിൽ ഫ്രീ യാത്ര, പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ദാരിദ്ര്യം നമ്മൾ തുടച്ചു നീക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇയാൾ എന്തൊരു ഊളയാണ് എന്നാണ് എന്നോട് പറയുന്നത്. ഇതൊക്കെയാണോ കേരളത്തിൽ പറയേണ്ടത്? ഇയാൾ കേരളത്തിൽ പറയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുത്തലാഖ് തിരിച്ചു കൊണ്ടുവരും. നമ്മൾ എന്താണ് ഇവിടെയുള്ള മറ്റുള്ളവർക്ക് ഇത് കൊടുക്കും, നമ്മളിവിടെ മറ്റേ ദേശീയ ഭക്ഷണം ബീഫാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ പറയേണ്ടത്. അല്ലാതെ നമ്മൾ ഹരിയാനയെ പറയുന്നത് പോലെ. അത് അതിന്റെ ഒരു വിഷയം എന്താ അറിയുക, ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യവും മറികടന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾ അടുത്ത് വന്നിട്ട് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞാല് അവരെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ദരിദ്രരില്ലെന്നാണ്. അത് അങ്ങനെ അല്ലെങ്കിൽ പോലും KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചെറുപ്പക്കാരോട്, ഇവിടെയുള്ള ആൾക്കാർ പ്രബുദ്ധരാണല്ലോ നമ്മൾ, അവരോട് നിങ്ങൾക്ക് KSRTCയിൽ തൊഴിലില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കി തരാന്ന് പറഞ്ഞാൽ ഇവര് വിചാരിക്കും എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ, ഞാൻ പ്രബുദ്ധനാണ്, എനിക്ക് നിന്റെ ഇതൊന്നും വേണ്ട എന്നവൻ വിചാരിക്കും സ്വാഭാവികമായിട്ട്. മനസ്സിലായില്ലേ? നമ്മളവിടെ ഹരിയാനയിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് കക്കൂസ് വെച്ച് തരാന്ന് പറഞ്ഞാലൊന്നും മലയാളി വിടത്തില്ല. അറ്റ്ലീസ്റ്റ് കക്കൂസിനകത്ത് ഒരു AC ഒരു മ്യൂസിക് സിസ്റ്റവും കൂടെ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീണേ. നമുക്ക് ആ ലക്ഷറി വേണം. നമ്മൾ ലക്ഷറിയിലേക്ക് കടന്നു കഴിഞ്ഞു, കാരണം നമ്മൾ പ്രബുദ്ധരാണ്. അല്ല, ഹിമാചൽ പ്രദേശുമാരി ടാക്സ് വെക്കാണ്ടിരുന്നാൽ മതി അത് കക്കൂസിന്റെ മേലെ. അതാണ് ഒരു വീട്ടിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ടാക്സ് കൊടുക്കണം എന്നാണ്. കാശിലേക്ക് മൂന്നിന് എങ്ങനെ ടാക്സ്. ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞവർ ഇപ്പൊ ഈ ഹരിയാനയും ജമ്മു കാശ്മീരിന്റെ ഇലക്ഷത്തെ സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. BJP ഈ പറഞ്ഞ മാതിരി ജമ്മുവിൽ ഒരു മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 എക്സ്ട്രാ നോമിനേറ്റഡ് MLA വെച്ച് BJPക്ക് അവിടെ കളിക്കാൻ പറ്റും. ഗവൺമെന്റ് ഫോം ചെയ്യുന്നല്ല പറയുന്നത്, പക്ഷെ BJP കളിക്കും അവിടെ. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നതാണ്. രണ്ടാമത്തത് അവിടുത്തെ ഹോം മിനിസ്ട്രി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കും. അത് യൂണിയൻ ടെറിട്ടറിയാണ് ഇപ്പോൾ. അപ്പൊ അത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരെ സ്ഥലം മാറ്റലും ഈ ടെററിസ്റ്റിന് അപ്പർ ഹാൻഡ് കൊടുക്കാനൊന്നും പറ്റില്ല. ഈ കേജ്രിവാളിന് ചെയ്യണ മാതിരി BJPക്കാർ അവിടെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ശരിക്കും, അതായത് സാറ് പറയുന്നത് ഹരിയാനയില് അല്ല, ജമ്മു കാശ്മീരിൽ ഇപ്പൊ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ പോലും കടിഞ്ഞാണ് മുഴുവനായിട്ട് അമിത്ഷായുടെ കയ്യിലായിരിക്കും. പോലീസിന്റെയും സകല കടിഞ്ഞാണും അമിത്ഷായുടെ കയ്യിലായിരിക്കും. അതാണ് അമിത്ഷാ അതേ ക്ലിയർ ആയിട്ട് ഉള്ളൂ. പറഞ്ഞത്. അത് നമ്മൾ കേജ്രിവാളിന്റെ അതേ കണ്ടീഷനാണ്. ഡൽഹി അത് തന്നെയാണല്ലോ. ഡൽഹിക്ക് സ്റ്റേറ്റ് കൂടെ ഇല്ല. ഡൽഹിയിൽ ഒരു അസംബ്ലി ഉണ്ട്, പക്ഷെ അധികാരം മുഴുവൻ അമിത്ഷായും ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലാണ്. ഫയല് വേണമെങ്കിൽ സൈൻ ചെയ്യും, അല്ലെങ്കിൽ സൈൻ ചെയ്യില്ല, പോയി പണയം കൂടാന്ന് പറയും. ഇതാണ് പരിപാടി നടക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീരിൽ കണ്ടറിയണം. ഈ പറഞ്ഞ മാതിരി ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ പേരുണ്ടല്ലോ, അവരെവിടെ പോകുന്നു നമ്മൾ കണ്ടറിയണം. അതിലൊത്ത് മുഖ്യമന്ത്രി 2 പേര് ഉപമുഖ്യമന്ത്രിയായ നമ്മളത് സർപ്രൈസ് ആവേണ്ട കാര്യം. ഓക്കെ, എന്തായാലും അവസാനം പറഞ്ഞ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോ ആര് വന്നാലും വന്നില്ലെങ്കിലും കടിഞ്ഞാണ് അമിത്ഷാ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് കുറച്ച് ഫാസിസം ഒക്കെ കാണിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാം. അവനൊക്കെ എങ്കിൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ ഈ ചർച്ച അയ്യോ നാളെ ഇനിയിപ്പോ കശ്മീരില് റിസൾട്ട് വരുമ്പോ BJP ഭരണം പിടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും, കാരണം ഞാൻ ചോദിക്കുന്ന ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ ഇത്രയും കാലം
ചെയ്ത ഇപ്പം വെളുക്ക വെള്ളം കോരിയിട്ട് വെളുക്കുമ്പോൾ കുടവിട്ട് ഉടച്ചു എന്ന് പറയുന്നത് പോലെ ഇത്രയും നാൾ അവിടെ തീവ്രവാദികൾ ഒഴിപ്പിച്ചു, നോട്ട് നിരോധനം കൊണ്ടുവന്നു, 350 എടുത്ത് കളഞ്ഞു, അവിടെ വികസനം കൊണ്ടുവന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഈ PDP അടക്കമുള്ളവർ അവിടെ ഭരണത്തിലേറി, കോൺഗ്രസ് ഭരണത്തിലേറി ഈ ടെററിസ്റ്റുകൾക്ക് വീണ്ടും വളം വെച്ചു കൊടുത്താൽ എന്ത് ചെയ്യും എന്നുള്ള ആകാംക്ഷയിൽ നിന്നാണ് എന്റെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. സാർ ഇത് ആദ്യമേ പറയണ്ടേ? ഒരു കുഴപ്പമില്ല, അവിടെ കാര്യങ്ങൾ നോക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ഈ ചർച്ച പിരിച്ചു വിട്ടേക്കാം. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.